ചില സിനിമകൾ നമ്മൾ കാണാനായിട്ട് പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷേ അവസാനം നമ്മൾ ആ പടം കാണുമ്പോൾ വെയിറ്റ് ചെയ്തതിനുള്ള ഒരു റിസൾട്ട് ഈ മൂവി തന്നു, അല്ലെങ്കിൽ അതിനുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളൊരു ഫീല് കിട്ടില്ലേ? അതായിരുന്നു എനിക്ക് ഇൻസൈഡ് ഔട്ട് 2 കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം ഏകദേശം ഒരു മാസത്തോളമായി പടം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പടം ഒന്ന് കാണാൻ പറ്റിയത്. നമുക്ക് ഇൻസൈഡ് ഔട്ട് 1ന്റെ ഒരു മൂവി ഒരു പ്ലോട്ട് അറിയാം. കാരണം ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു പലതരത്തിലുള്ള ഇമോഷൻസിന്റെ ആ ഒരു വർക്കിംഗ് ആണ് ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിരുന്നത്. ആൻഡ് അതിലൂടെ ഒരു നല്ലൊരു മെസ്സേജസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു മനുഷ്യന്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ ഈ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ മാത്രമായിരിക്കില്ല, പുതിയ പുതിയ ഇമോഷൻസിന്റെ വരവും അതിന്റെ ഡൊമിനൻസും ഉണ്ടാവും എന്ന് കാണിക്കുന്ന ഒരു മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു. പല സീനുകളും കണ്ടപ്പോൾ ഇത് എന്റെ അവസ്ഥ തന്നെയല്ലേ ഞാൻ സ്ക്രീനിൽ കാണുന്നത് എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു. ഇപ്പോ ഡിസ്നിയുടെ ഒക്കെ ആനിമേഷൻ മൂവീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന വളരെ റെലവെന്റ് ആയിട്ടുള്ള മെസ്സേജസ് ഉണ്ട്. നമുക്ക് ഇതാണല്ലോ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഈ പറയുന്നത്. അതിലുള്ള പല ക്യാരക്ടേഴ്സിലൂടെയും അല്ലെങ്കിൽ നമ്മളെ വളരെയധികം ഫീലിംഗ് തരുന്ന പല സിറ്റുവേഷൻസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നല്ല മൂവീസ് തരാനും പറ്റിയിട്ടുണ്ട്. എൻ്റെ ആ ഒരു മൂവീസിലേക്ക് ഒരു പടം കൂടിയാണ് ഇൻസൈഡ് ഔട്ട് 2. ആനിമേഷൻ ആയാലും അതിന്റെ ക്യാരക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ സ്റ്റോറി ആയാലും ആ ഒരു മെസ്സേജിനായാലും ഇതിനെല്ലാത്തിനും 10/10 മാർക്ക് കൊടുക്കേണ്ട ഒരു മൂവി തന്നെയാണ്. അത്രത്തോളം നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ ആയാലും ഓഡിയൻസിന്റെ റിസപ്ഷൻ ആയാലും ഒക്കെ നല്ല രീതിയിൽ റിസീവ് ചെയ്തിരുന്നു. ശരിക്കും ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു തെറാപ്പി സെഷൻ അറ്റൻഡ് ചെയ്ത ഒരു അവസ്ഥയായിരുന്നു. കാരണം നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളായിരുന്നു നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റിയിരുന്നത്. ഇപ്പോ നമ്മുടെ ഒരു ലൈഫിൽ ഇപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൽ പറയുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. നമ്മൾ വളർന്നു വരുന്തോറും നമ്മൾക്ക് സന്തോഷം എന്നുള്ളത് അതുപോലെ ഉണ്ടാവില്ല, വളരെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. മീൻസ് ഓരോരുത്തരുടെ ലൈഫ് സിറ്റുവേഷൻസും അവർ അനുഭവിക്കുന്ന മെന്റൽ ഹെൽത്ത് ഒക്കെ എങ്ങനെയാണോ അതൊക്കെ ഡിറ്റർമിൻ ചെയ്തായിരിക്കും ആ ഒരു മനുഷ്യന്റെ സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ലൈഫ് എന്നുള്ളത്. സോ അങ്ങനെ ഒരുപാട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു മൂവിയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ട ഒരു മൂവി എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഒരു പാരൻസ് ആയാലും ഇപ്പോൾ പാർട്ട്നേഴ്സ് ആയാലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും പോയി കണ്ടിരിക്കേണ്ട ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ്. സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ല, ഒരു തെറാപ്പി സെഷൻ തന്നെയാണ് ഇൻസൈഡ് ഔട്ട് 2. ആ ഒരു ക്യാരക്ടേഴ്സിന് ആ ഒരു ഇമോഷൻസിന്റെ ഒക്കെ ഒരു അവസ്ഥകളൊക്കെ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. ആൻഡ് പടത്തിന്റെ അവസാനമൊക്കെ എത്തുമ്പോൾ ശരിക്കും നമുക്ക് വളരെയധികം ഒരു കരച്ചിലും ഒരു ചിരിയും ഒക്കെ നമ്മുടെ മുഖത്ത് വരുന്ന ഒരു ഫീല് തന്നെയായിരുന്നു. നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴെങ്കിലും പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ച് എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ പറയാൻ നമുക്ക് കേൾക്കാൻ വളരെയധികം ആഗ്രഹം ഉണ്ടാവും. സോ അതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ ഒരാളുടെ ക്യാരക്ടർ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ ഇമോഷൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയേണ്ട പലതരത്തിലുള്ള കാര്യങ്ങളെ ടച്ച് ചെയ്തുകൊണ്ടും അത് നമ്മുടെ മനസ്സിലേക്ക് എത്രത്തോളം കയറി പറ്റുന്നതായിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് തന്നെയാണ് ഇൻസൈഡ് ഔട്ട് 2. ഇതിന്റെ 3D എക്സ്പീരിയൻസ് ഒക്കെ അത്യാവശ്യം നന്നായിരുന്നു. ആൻഡ് ഇപ്പോൾ ഇത് തൃശ്ശൂർ ഐനോക്സിൽ ഒരു ഷോ ആണുള്ളത് ഇപ്പോൾ ഡെയിലി. നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ ഈ മൂവി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കാരണം കുറച്ച് ലേറ്റ് ആയാലും അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് വളരെയധികം ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ഒരു മൂവി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില റിയലൈസേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും പല കാര്യങ്ങളും സംഭവിക്കും. ഒരാൾക്കും പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊക്കോണ്ടിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു അബദ്ധം പറ്റിയേക്കാം, അല്ലെങ്കിൽ സന്തോഷമുള്ള കാര്യങ്ങൾ, സങ്കടമുള്ള കാര്യങ്ങൾ, വളരെയധികം ഡൗൺ ആയിരിക്കുന്ന അവസ്ഥകൾ. സോ എൻഡ് ഓഫ് ദ ഡേ വാട്ട് മാറ്റേഴ്സ് ഈസ് ഹൂ വി ആർ. നമ്മൾ ആരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മളെ നമ്മളാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതായിരിക്കുക, ബി ഹൂ യു ആർ എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഈ മൂവി തരുന്നത്. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും കാണുക.